ചെറുക്കൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്ന മരുമകളെ കുറിച്ച് സഭയിലെ മറ്റൊരു വിശ്വാസിയോട് അമ്മാമ്മ പറയുക, വന്നു കയറിയവർക്ക് ഒരു ചായ ഇടാൻ അറിയത്തില്ല, ഒരു കറി വെക്കാൻ അറിയത്തില്ല, 10 മണി വരെ കിടന്ന് ഉറങ്ങിയ എല്ലാം അവൻ ചെയ്തു കൊടുക്കുക. കിടന്നുറക്കുന്നവർക്ക് ചായ ഇട്ടുകൊണ്ട് അവൻ അങ്ങോട്ട് ചെല്ലുന്നു, അവിടെ തുണി അലക്കി കൊടുക്കുന്നു, എന്തിനേറെ മത്തി മേടിച്ചോണ്ട് അവൻ വെട്ടിക്കൊടുക്കുന്നു. ഇങ്ങനൊരു പെൺകോന്തനായി പോയല്ലോ എന്റെ ചെറുക്കൻ. എന്നിട്ട് അമ്മാമ്മ ചോദിച്ചു, ആണോ, പ്രാർത്ഥിക്കാം മാമേ. എന്നിട്ട് ചോദിച്ചു, മോളെ കോഴഞ്ചേരി കല്യാണം കഴിച്ചു വിട്ടില്ലേ? ഉവ്വ. എവിടെ എങ്ങനെ ഉണ്ട്? അയ്യോ, പരമാനന്ദ സുഖ. അവക്കെന്തുവാ പട്ടുമെത്തയില അവര് കിടത്തിയിരിക്കുന്നത്. 10 മണി വരെ ക്ഷീണം കൊണ്ട് അവൾ ഉറങ്ങിയാലും അവനോ അവരെ വീട്ടുകാരോ ഒന്നും പറയില്ല. അവനാണെങ്കിൽ അവളെ കൈവെള്ളയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. താലേ വെച്ചാൽ പേരരിക്കും, തറയെ വെച്ച ഉറുമ്പരിക്കും. അങ്ങനെ കൊണ്ട് നടക്കിയ മീൻ വെട്ടിക്കൊടുക്കും, തുണി കഴുകി കൊടുക്കും, പുറത്തു കൊണ്ടുപോകും, ചായ ഇട്ട് അവിടെ കൊണ്ടു കൊടുക്കും. എൻ്റെ മോള് ഭാഗ്യമുള്ളതാ. വീട്ടിൽ കയറി വന്ന മോളെ ഇന്നും മകളായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു അസുഖമായത്. ചിലർ മിണ്ടുന്നില്ല, ദൂതേറ്റിട്ടാ. സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി.